ആദ്യം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് ഇൻ്റർവ്യൂസിൽ എന്നോട് ചോദിച്ചു, ഈ സിനിമയിൽ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഷറഫുദ്ദീൻ ഇതിലെ നായകനാകുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞത് അതിൻ്റെ കാര്യം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാന്മാരായ നായകന്മാരിൽ ഒരാളാണ് ഷറഫുദ്ദീൻ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചേക്കാം. ഷറഫുദ്ദീൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് നിങ്ങളൊന്ന് പരിശോധിക്കുക. അദ്ദേഹം ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ, സപ്പോർട്ടിംഗ് റോൾസ് ചെയ്യുമ്പോൾ കട്ട വില്ലൻ ചെയ്യും, ഇമോഷണൽ റോൾസ് ചെയ്യും, സെന്റിമെന്റൽ റോൾസ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നായകനായി ഷറഫുദ്ദീൻ വരുമ്പോൾ അതിൽ കോമഡി ഉണ്ടാവും, മിനിമം ഗ്യാരണ്ടി കോമഡി. അത് ഈ മധുവിധുവിലുമുണ്ട്. ഇപ്പൊ ഞാൻ വിഷ്ണു എന്നെ വിളിച്ച് ഈ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, ആരാണ് നായകൻ? ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീൻ്റെ ഡേറ്റ് കൺഫേം ആണോ? കൺഫേം ആണ്. എങ്കിൽ കഥ പിന്നെ കേൾക്കാം, എൻ്റെ ഡേറ്റ് ഓക്കെ. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്വാർത്ഥത പറയാം, ഹീറോയുടെ ഷോൾഡറിലാണ് ഏറ്റവും കൂടുതൽ ഭാരം. അതുകൊണ്ടാണല്ലോ അയാൾ ഹീറോ. ഞാനും കുറച്ച് പടങ്ങളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചാണല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ഷറഫുദ്ദീൻ ഷോൾഡർ ചെയ്യുന്നു. ഒരുപാട് പ്രാവശ്യം അവർ സിറ്റിംഗ്, അവർ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ബിബിൻ ആയിരുന്നാലും ജയവിഷ്ണു ആയിരുന്നാലും ഷറഫിൻ്റെ ഫ്രണ്ട്സാണ്. അവർ ഫ്രണ്ട്സായിട്ട് പോലും ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടി അവർ വിഷ്ണു അരവിന്ദുമായിട്ടിരുന്ന് ഒരുപാട് റൗണ്ട് ഓഫ് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഞാൻ ഷൂട്ടിംഗ് ഏരിയയിൽ ചെല്ലുന്നത്. എൻ്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റിലേക്ക് ഒരു കോൺട്രിബ്യൂഷനൊന്നും ഈ ചിത്രത്തിലില്ല. അല്ലാതെ തന്നെ നല്ല രീതിയിൽ വെൽ ബൗണ്ടായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഭിനയിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടുവരുന്ന കുറച്ച് കോമഡികളുണ്ട്. ഇപ്പം തന്നെ വാഴ 2 സൂപ്പർ ഹിറ്റാണ്. അതേപോലെ തന്നെ സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിലെ എൻ്റെ പെർഫോമൻസിന് എനിക്ക് കിട്ടിയ ആ റെക്കഗ്നീഷന് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിൽ നിന്നും വേറെ വ്യത്യാസമുള്ള ഒരു റോളാണ് ഇതിലെ റോള്. രാജ്കുമാർ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഷറഫുദ്ദീൻ്റെ അച്ഛനാണ്. കോമഡി സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. അത് അത്രയും ഞാൻ ധൈര്യമായിട്ട് പറയാം. കുറച്ച് ട്വിസ്റ്റുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല. നാളെ നിങ്ങൾ ചിത്രം കാണുമ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ഉറപ്പിക്കാനുള്ള അവസരമാണ്. ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ താഴെ എഴുതാം, പറഞ്ഞതല്ല കണ്ടത്. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. ഇതിനകത്ത് അത്യാവശ്യം ട്വിസ്റ്റും ടേൺസും ഉണ്ട്. ചിരിക്കാൻ നല്ല മുഹൂർത്തങ്ങൾ കുറേ ഉണ്ടാവും. ഇനി സാധാരണ ഇതിൽ ഇവിടെ ഹേമന്തും വിസ്മയും അവരാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചേഞ്ചിന് വേണ്ടി ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. പ്ലീസ് കം, പ്ലീസ് കം. ഹേമന്ത് ആൻഡ് വിസ്മയ, കൈയ്യടി കൊടുക്കൂ. Thank you so much, sir. It's a privilege. ഹേമന്ത് ആൻഡ് വിസ്മയ, മധുവിധുവിൽ എന്താണ് ഇത്ര പ്രത്യേകത നിങ്ങൾ കാണുന്നത്? പ്ലീസ്. മധുവിധയിൽ ഞാൻ കാണുന്ന പ്രത്യേകത, ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജോണാണ് ഷാറുഖിയുടെ കോമഡി സിനിമകൾ. ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ആക്ടറിന്റെ കോമഡി സിനിമകൾ. അദ്ദേഹം വളരെ വെർസറ്റൈൽ ആക്ടറാണ്. അഞ്ചാം പാതിര ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഭരതനാവട്ടെ, വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്. പക്ഷെ എന്നാൽ പോലും റൈറ്റ് ആൻസർ കൈ കൊടുക്കോ. ഓക്കെ വിസ്മയ, എന്താണ് മധുവിധുവിൽ പ്രതീക്ഷ? എന്താണ് കാണുന്നത്? മധുവിധുവിലെ പ്രതീക്ഷ തന്നെ ഷറഫിക്ക, ജഗദീഷ് ഏട്ടൻ, സായികുമാർ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സിനിമ. വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കോമഡി പ്രതീക്ഷിക്കുന്നുണ്ട്. കോമഡി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള ഉത്തരമാണ്. മാർക്ക് കൊടുത്തേക്ക്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവരുടെ റോള് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഞാനൊന്ന് ചെയ്യാണ്. വിത്ത് യുവർ പെർമിഷൻ. Okay, sir. Please.